നല്ല ഒഴുക്കുള്ള ഈ പുഴയിൽ നിന്ന് ആ ചേട്ടൻ ഈ വെള്ളം തുഴഞ്ഞ് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതിനെ നമുക്ക് കാണാം. നല്ല ഒഴുക്കുണ്ട് കണ്ടോ. ആ ഒഴുക്കിലൂടെ ഈ പുഴയിൽ നിന്ന് അപ്പുറത്തെ പുഴയിലേക്കാണ് ചേട്ടൻ കടത്തിക്കൊണ്ട് പോകുന്നത്. അത് സിമ്പിളായിട്ട് ആ ചേട്ടൻ കടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. എന്തായാലും ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് കണ്ടാൽ അറിയാം. ഇല്ലാതെ നമുക്കൊന്നും അറിയാത്ത ഒരാളെ കയറിയിരിക്കണമെങ്കിൽ ഇപ്പം തന്നെ അതങ്ങ് ഒഴുകി അങ്ങ് കറങ്ങി 2 കറക്കവും കറങ്ങി നേരെ ഒഴുകി അങ്ങ് പോകത്തേക്കുള്ളൂ. കണ്ട അത്യാവശ്യം നല്ല ഒഴുക്കുള്ള പുഴയാണ്. ചേട്ടൻ വട്ടം വെള്ളം തുഴഞ്ഞ് നടുക്കേക്ക് കയറ്റി വെച്ചു. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിട്ട് ചേട്ടൻ ചെയ്യണം. കണ്ട അത്രയും തുഴഞ്ഞ് കഴിയുമ്പോൾ ചേട്ടൻ സിമ്പിളായി ഇതേ കോലൊക്കെ എടുത്ത് വെച്ച് അവിടെ പോയി ഇരുന്നു. ഇനി തുഴയാൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തുഴഞ്ഞ് അപ്പോഴേ വേറൊരു പുഴ കൂടിയുണ്ട്. ആ പുഴയിലേക്കാണ് ചേട്ടൻ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ വരുന്ന പുഴയല്ല, അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. ഇത് നമ്മുടെ മൂവാറ്റുപുഴ ത്രിവേണി സംഗമമാണ്. ഈ 3 പുഴയും കൂടെ ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാട്ടോ ഇത്. കണ്ട് ഈ ഒഴുക്കുള്ള പുഴയിൽ നിന്ന് നേരെ അപ്പുറത്തെ പുഴയിലേക്കാണ് ചേട്ടൻ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ 3 പുഴകൾ ഒന്നിക്കുകയാണ്. ശരിക്കും 2 പുഴകൾ ഒഴുകി വന്നിട്ട് ഇവിടുന്ന് ചേർന്ന് താഴേക്ക് ഒരു പുഴയും കൂടെ ഒഴുകി പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ മൂവാറ്റുപുഴ. കണ്ടോ ചേട്ടൻ ഇവിടുന്ന് ഒഴുക്കുള്ള പുഴയിൽ നിന്ന് തുഴഞ്ഞ് അപ്പുറത്തെ സിമ്പിളായിട്ട് അപ്പുറത്തെ ഒഴുക്ക് കുറഞ്ഞ പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞു. മൂവാറ്റുപുഴ പുഴക്കരക്കാവിൻ്റെ ആറാട്ടുകടവിൻ്റെ താഴെയാണ് ഈ ചേട്ടൻ വെള്ളം ഇടുന്നത്. അപ്പോൾ വെള്ളത്തിൽ കയറാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആറാട്ടുകടവിൻ്റെ അവിടെയുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഇവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ കയറി പോകാം. ചേട്ടന് ചെറിയൊരു ഫീസ് എന്തോ വാങ്ങുന്നുണ്ട്. ചേട്ടൻ്റെ വീട് അപ്പുറയാണെന്നാണ്. ചേട്ടൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഉച്ച സമയമായതുകൊണ്ട്. എന്തായാലും ചേട്ടൻ തുഴഞ്ഞു പോയത് കാണാനും നല്ല രസമുണ്ട്.